ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡ്രൈവിനുള്ള വഴിയാണ് കാണുന്നത്. അങ്ങോട്ട് ഓടിച്ചു പോകണം. ഇനി വി ഹാവ് അബൌട്ട് അനദർ ഒരു 9.5 മണിക്കൂർ 10 മണിക്കൂറും കൂടി ഇനി ഓടിക്കണം. ഇന്ന് പുറകിലൊരു പട്ടി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് പട്ടിയെ കാണാനായിട്ട്. അതൊന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറെ നോക്കട്ടെ, തിരിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. കുട്ടപ്പൻ ദേ പോണ് ഓടിപ്പോ. ഇവനാണ് ഞാൻ എൻ്റെ ബാക്കിൽ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി എന്ത് സാധനമാണെന്ന് അറിയില്ല. പട്ടിയാണോ ഈ വല്ല ഫോക്സ് ആണോ എന്ത് കുരിശാന്നറിയില്ല. ട്രാവലേഴ്സൊക്കെ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ കാലത്ത് ഇറങ്ങിയത് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷെ നടന്നില്ല. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സമയം വൈകി. ഇന്നിപ്പോൾ അടുത്ത സ്ഥലത്ത് ഇന്ന് ഈ കൺട്രീസ് ഞങ്ങൾ മാറാനില്ല. ഐ തിങ്ക് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ബോർഡറിലെത്തും. അപ്പം അമേരിക്കയിലേക്ക് കയറുന്ന ബോർഡറിൽ നോക്കില്ല. പിന്നെ നാളെ മുഴുവൻ അലാസ്കയിലേക്ക് കൂടുതൽ ഓടിക്കുക. ഞങ്ങളപ്പോൾ ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്യാണ്. വിനി വണ്ടിക്കകത്ത് കയറി. പുലരി അവിടെ വായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ കയറും വണ്ടിക്കകത്തേക്ക്. ഗുഡ് മോർണിംഗ്. ദൈവം. So bye Bicon. We'll see you again in the future. This is a famous signpost forest of Watson. ഇത് ഭയങ്കര ഫേമസ് ആണ്. ആൾക്കാർ ഇവിടെ വന്നിട്ട് കൂടി നിന്ന് പടം എടുക്കലും. ഇതൊക്കെ സൈൻ പോസ്റ്റുകളാണ്. പല ഏരിയയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് പോകണം. ഇറ്റ്സ് എ ബിഗ് പ്ലേസ്. കുറേ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ഒരു മെയ്സ് പോലെയാണ്. ഇങ്ങനെ നടക്കാം. ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് പോകും. കണ്ട പല എൻട്രിങ് കിങ്മാൻ സിറ്റി ലിമിറ്റ്സ്. ഇത് അരിസോണയുടെ പ്ലേസ്. അത് ഏതാ നോക്സ്വിൽ, all kinds of places. വിനിയുടെ ഫേവറേറ്റ് പ്ലേസ്. വിനി ഹാസ് ബീൻ ആസ്കിങ് ഇത് കാണണം എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ബെർലിനൊക്കെ ഉണ്ട്. There's an underwear hanging. There's a sock, shoes hanging. ആരോ കണ്ട ഫുഡ് കെട്ടി തൂക്കിയിട്ട് പോയി. നമുക്ക് വേണമെങ്കിൽ വല്ലതും തൂക്കിയിടാം ഇവിടെ. സോ ലുക്ക് ഔട്ട് മിനി ഫോർഡ്. ഇതെല്ലാം വേൾഡിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ കൊണ്ടിട്ടിട്ടുണ്ട്. കണ്ട ഒരാൾ കാറിൻ്റെ കീ വെച്ചിട്ട് പോയേക്കണം. ലുക്ക് അറ്റ് ഇറ്റ്. ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ മെയ്സ് പോലൊരു സാധനം അതിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കാം. ഇറ്റ്സ് എ ബിഗ് പ്ലേസ്. കണ്ടമാനമുണ്ട്. ഞാനിത് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത ഒരു 2 മണിക്കൂർ എടുക്കേണ്ടി വരും. ഗിബ്സൺ, വെൽക്കം, ബാലി, PA, മിഷിഗൻ. ഇതൊക്കെ ഓരോരോ രാജ്യങ്ങളാണിത്. പ്ലേസ് ആരോ ഒരാൾ തൊപ്പി തൂക്കിയിട്ട് വായിക്കണം. ഞാൻ ആലോചിക്കണം എൻ്റെ ഈ തൊപ്പി ഇവിടെ ഹാങ് ചെയ്താലോ എന്നാണ് കിടക്കുന്നത്. ടൊറാൻറ്റോ, ബാറ. പുലരി അവിടെ അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ ഏതെല്ലാം രാജ്യത്ത് മോസ്കോയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏത് രാജ്യത്ത് പോകണം എന്നുള്ള കണക്കൂട്ടൽ ഇങ്ങനെ നിൽക്കുകയാണ്. വെസ്പർ പോപ്പുലേഷൻ 541. ആരോ അത് എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ ദൈവമേ, വിശ്വസിക്കാൻ പറ്റില്ല. മിസിസിപ്പി, എല്ലാ രാജ്യവും ഉണ്ട് കേട്ടോ. എനിവേ ദാറ്റ്സ് ഇറ്റ്. രാജ്, പുലരിയും രാജും അവരുടെ പേര് അടിയിൽ മലയാളത്തിൽ രാജ്, വിനി. നമ്മുടെ സൈൻ പോസ്റ്റ് ഫോറസ്റ്റിൽ ഇടാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞങ്ങളിവിടെ സൈൻ പോസ്റ്റ് ഫോറസ്റ്റിൽ ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഹാങ് ചെയ്യാൻ പോവാണ്. ഇവിടെ മലയാളികൾ ആരും ഹാങ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കണം. That's our identity. There you go. Pulari Raj Vini AC to AK 2025. പുലരി രാജ് വിനി പഴർ മലയാളത്തിൽ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. There you go. ഞങ്ങളുടെ ഐഡന്റിറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ബീവർ ക്രീക്ക്. വി ആർ ഓൺ അവർ വേ ടു ബീവർ ക്രീക്ക് നൗ. ഇതാണ് കാറിൻ്റെ അകത്തെ അവസ്ഥ. എല്ലാവരും റിലാക്സ് മാടി വണ്ടി ഓടുകയാണ് ചെയ്യുമ്പോൾ. വൈൻഡിങ് റോഡ്. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിച്ചിരി. പക്ഷേ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്നോ ക്യാപ്ഡ് മൗണ്ടൻ. തണുപ്പുണ്ട് ഇപ്പോഴും. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 50 ഡിഗ്രി ഫാരൻഹൈറ്റ്. ഇപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ കിടക്കുകയാണ്. ഞാൻ അവിടെ ബിഗ് ഹോൺ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർ ഒരാഴ്ചയായിട്ട് തുറന്നിട്ടുണ്ട്.
ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ ഒന്നും തുറന്നിട്ടുണ്ടാവില്ല. കാര്യം ചിലപ്പോൾ മാസം അവസാനമായിട്ട് തുറക്കുള്ളായിരിക്കും. ചിലപ്പോൾ മെയ് അവസാനം തുറക്കാനുള്ള പരിപാടിയായിരിക്കും. യൂക്കോണിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് കൊളംബിയ കയറി. ഇപ്പൊ വീണ്ടും ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും യൂക്കോണിലേക്ക് കയറുകയാണ്. അപ്പോൾ ഐ തിങ്ക് ഇത് ബോർഡറാന്ന് തോന്നുന്നു അതിൻ്റെ. അപ്പോൾ ബോർഡറിൽ നിന്ന് നമ്മളിപ്പോൾ കയറി എന്തെങ്കിലും സൈൻ ബോർഡ് കാണുമെന്ന് വിചാരിക്കാം. അവരുടെ കമ്മ്യൂണിറ്റിയാണ്. ക്ലോണ്ടായി ഗോൾഡ് റഷിന്റെ സമയത്ത് കുറെ ആൾക്കാർ ഈ റിവറിൽ കൂടിയാണ് പോയിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ട്രേഡിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം അവർ ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നിർത്താൻ പോവാണ്. അപ്പോൾ അവിടെ വെച്ച് കുറച്ചും കൂടി വീഡിയോ എടുക്കാം. റിവറിലേക്ക് ഇറങ്ങി. അപ്പൊ പോപ്പുലേഷൻ 250 പേരെങ്ങാണ്ട് ഇവിടെ താമസിക്കണുള്ളൂ. അത് പെർമനന്റ് ആയിട്ട് താമസിക്കും. പക്ഷേ ഈ ടൂറിസ്റ്റ് നമ്മളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ കടന്നു പോകേണ്ടത് വഴി പുതിയ പാലം തൊട്ടപ്പുറത്ത് പണിയുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ടെസ്ലിൻ റിവറിന്റെ മുകളിൽ കൂടെ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ടെസ്ലിൻ, ഈ സ്ഥലത്തിന്റെ പേര് നിസുട്ലിൻ ബേ. ടെസ്ലിൻ നഗരത്തിന്റെ നിസുട്ലിൻ ബേ. അപ്പൊ ഞങ്ങള് ട്രേഡിംഗ് പോസ്റ്റിലേക്ക് കയറുകയാണ്. നോക്കട്ടെ എന്താണ് ഇവിടെ ഉള്ളതെന്ന് നോക്കട്ടെ. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. പക്ഷെ എന്തായാലും ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് പെട്രോൾ അടിക്കണം. അത് ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം. ട്രേഡിംഗ് പോസ്റ്റിന്റെ അകത്തേക്ക് കയറുകയാണ്. ഗ്യാസ് ഫില്ല് ചെയ്തു. ഇപ്പം നേരത്തെ പറഞ്ഞത് നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇവരുടെ ചില ആർട്ടിഫാക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കാണുക, പല്ലം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് മേടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ യു ഗുഡ്, യു ആർ നോട്ട് ബൈയിങ് എനിത്തിങ് ടു ഈറ്റ്? The fresh food is there, apple. You are not even hungry. സോ അവിടെ കൗണ്ടറിൽ നിന്ന് ഒരു പയ്യൻ ഇവിടെ സമ്മറിൽ ജപ്പാനിൽ നിന്ന് വർക്ക് ചെയ്യാൻ വന്നേക്കുക. അപ്പം അവനോട് എൻ്റെ മുത്തുമണി, എൻ്റെ മൂത്തവൾ ഭയങ്കര ജാപ്പനീസിലൊക്കെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ടെസ്ലിൻ റിവറാണ്. ഇതാണ് കുറച്ചുകൂടെ ഞങ്ങളിതിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ ഈ റിവറിൽ കൂടിയാണ് ആൾക്കാർ ഇവിടെ വന്നത്. മറ്റേ ഗോൾഡ് റഷിൻ്റെ സമയത്ത്. വെരി കാം റിവർ. ഞങ്ങൾ ടെസ്ലിൻ ഹെറിറ്റേജ് സെൻറ്ററിലാണ്. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന കുറേ സ്റ്റാച്യൂസാണ് ഈ കാണുന്നത്. സ്റ്റാച്യൂസ് ഇങ്ങനെ അവർ totems, it's called totems, yeah. So they just cut it out of wood and create this. I'm gonna take now. It's pretty big, about 7 feet height. About 10 feet height ആണ്. 10 feet tall. വിനി അവിടുന്ന് പടം എടുക്കുന്നുണ്ട്. റിവറിൻ്റെ കുറച്ചും കൂടെ പടം എടുത്തേക്കാന്ന് വെച്ചാൽ. റിവർ ഈസ് ക്വയറ്റ് കാം. ഐ ഡോണ്ട് നോ, സമ്മറിൽ ഇവിടെ ചിലപ്പം സമ്മർ സീസണിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് എ ബ്യൂട്ടിഫുൾ വ്യൂ, നല്ല കലക്കം വ്യൂ ആണ്. പുലരി വെള്ളത്തിൽ തൊടാൻ പോകണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴും സ്നോ ക്യാപ്പ് ഉണ്ട്. സ്നോ ക്യാപ്പ് മുഴുവൻ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇതിപ്പോൾ നല്ല തണുപ്പുള്ള ഏരിയ ആണ്. ഹെറിറ്റേജ് സെൻറ്ററിൻ്റെ വ്യൂ ഇതാണ്. ഒരു ബെയറിനെ ഞങ്ങളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ഫോക്കസ് ചെയ്ത് സെയിം റിവറാണ്, വേറെ ആംഗിളിൽ നിന്നാണ്. പക്ഷേ ഞങ്ങൾ ക്രോസ് ചെയ്ത് പാലത്തിൻ്റെ മുകളിൽ. ഐ തിങ്ക് വി ആർ ഡ്രൈവിംഗ് ഇൻ ടു സം കൈൻഡ് ഓഫ് റെയിനോ അതോ സ്ട്രോമോ അതോ നല്ല ക്ലൗഡ് ഇങ്ങനെ താന്ന് കിടപ്പുണ്ട്. ഐ തിങ്ക് നമുക്കിത് റെയിനാണ് ഫോർ ഷുവർ. റെയിൻ അടിച്ചു. സോ അധികം സ്പീഡിൽ ഓടിക്കാൻ ഈ പറ്റില്ല. Man, that is beautiful. Look at the rain and the river. The mountain. I mean, look at that.
കഴിഞ്ഞ് നമ്മുടെ സിറ്റിയുടെ ഒരു ഇതൊക്കെ വന്നു തുടങ്ങി. സിറ്റിയുടെ പേരാണ് വൈറ്റ് ഹോഴ്സ്. വൈറ്റ് ഹോഴ്സ് യൂക്കോൺ ടെറിട്ടറിയുടെ ക്യാപിറ്റലാണ്. തലസ്ഥാനം എന്ന് പറയുന്ന പോലെ യൂക്കോൺ ടെറിട്ടറിയുടെ തലസ്ഥാനം. 1 o'clock ഞങ്ങളിവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. ഒരു ചൈനീസ് പ്ലേസ് ആണ്. ഗ്രീൻ ഗാർഡൻസ്. ലഞ്ച് ഞങ്ങൾ മറ്റേ നേരത്തെ വന്നു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. ചിക്കൻ ടോഫു ആൻഡ് ഫ്രൈഡ് റൈസ്. സിമ്പിൾ. അലാസ്കയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഫ്രോസ്റ്റ് ഹീവ്സ് എന്ന് പറയും. അതായത് തണുപ്പും ചൂടും കാരണം ഇങ്ങനെ റോഡ് ഇങ്ങനെ താഴത്തേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. അതെപ്പോൾ കാണാം താഴെ മുകളിൽ. ഇത്രയും നേരം നമ്മൾ റിലാക്സ് മാറുകയായിരുന്നു. ടുഡേ അശതി സ്റ്റിയറിംഗിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു ക്വിക്ക് സ്റ്റോപ്പ്. ഞങ്ങൾ ഗ്യാസ് അടിക്കാൻ വേണ്ടി ഒന്ന് നിർത്തി ഇവിടെ. ചോക്ലേറ്റ് മേടിച്ചു. അതിൻ്റെ പുലരിയാണ്. വണ്ടി ഡ്രൈവിംഗ് കണ്ടിന്യൂ ആയി. പുലരിക്ക് തന്നെ വണ്ടി ഓടിക്കണം. കാര്യം ഇത്രയും നല്ല സീനറി ഉള്ള സ്ഥലത്ത് അവൾക്ക് ഓടിക്കണം. അവൾക്ക് വരുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ബാക്ക് സീറ്റ് എടുത്തേക്കാണ്. ഒരു പ്രാവശ്യം വണ്ടിയുടെ മുമ്പിൽ പോയി ചാടിയെങ്കിലും ഞങ്ങൾ രക്ഷപ്പെട്ടു. ബ്യൂട്ടിഫുൾ സിംഗിൾ ഉഗ്രൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയരുത് പറഞ്ഞുകൊണ്ട് ഞാൻ ഉഗ്രൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയണില്ല. കാണുന്ന ഒരു ഉഗ്രൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ മതി. ഇത് അങ്ങ് ദൂരെ കാണാനുണ്ടോ? ക്ലൂവെയിൻ ലേക്ക്. ഓക്കെ, അതാണ് ലേക്കിന്റെ പേര്. പലതരം ക്രോസിംഗ് കണ്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ക്രോസിംഗ് ആണ്. സോ വി ഹാവ് ടു സ്റ്റോപ്പ്. അങ്ങ് ദൂരെ കാണുന്ന ക്ലൂവെയിൻ ലേക്കിന്റെ ഭാഗം തന്നെയാണ്. ഞങ്ങളിതിങ്ങനെ ക്രോസ് ചെയ്യാണ് ഈ റിവറ്. രണ്ട് സൈഡിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കാൻ നടുവിൽ കൂടെ ഒരു റോഡ് ഉണ്ട്. ആ സൈഡിൽ ഞങ്ങൾ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് കടക്കും. ഒരു സൈഡിൽ ഐസ്, ഒരു സൈഡിൽ വാട്ടർ. ഇപ്പോഴും ഐസ് ബ്രേക്ക് ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞ് ഇച്ചിരി കൂടെ സ്ട്രോങ്ങർ ആയിട്ട് കിടക്കണം ഐസ്. So just to prove what is frost heave, see, she's a driver and it just keep bumping. 1 2 3. There you go. ആകെ പമ്പിയായിരിക്കും. പുലരി ഓടിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കാരണം പറഞ്ഞു. Oops. And up. High-end shop on the way to Alaska trip. I don't know if it is visible to you all. ഒരു സ്റ്റീം പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നില്ലേ? ഒരു സ്റ്റീം പോലെ ഇങ്ങനെ കാണാം. Frost heaves are disturbing my video, but that's what it is. ഇപ്പൊ ഈ സ്റ്റീം പോലത്തെ സാധനം കാണാൻ പറ്റുന്നില്ലേ? ഇത് എവാപറേഷൻ ആണ്. ഇത് ഗ്ലേസിയർ വെള്ളമായിരിക്കും. ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഭയങ്കര കുറവായിരിക്കും. സോ അത് കാരണം ഈ ആകെ 60 ഫാരൻഹൈറ്റ് അല്ലോ, പക്ഷെ അത് കണ്ടമാനം ചൂടാണ് ഈ വെള്ളത്തിന്. അത് കാരണം ഇതുപോലെ ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബമ്പി റൈഡാണ്. സ്പീഡ് എടുക്കാനേ പറ്റുള്ളൂ. ഇച്ചിരി സ്പീഡ് കൂടി അപ്പം വണ്ടി കിടന്ന് തെറിക്കാൻ തുടങ്ങും. I can't even hold the phone straight. ഒന്ന് അകലെ ഡാർക്കായിട്ടാണ് കാണുന്നത്. ഐ തിങ്ക് അവിടെ റെയിൻ ഉണ്ടോ സംശയമുണ്ട്. ACKE Territorial Park. So
think it is raining somewhere. ഞങ്ങളിവിടെ എത്രയും മുമ്പ് തന്നെ റെയിൻ വന്നുപോയി. സ്നോ പെയ്യുമ്പോൾ റോഡിന്റെ സൈഡ് അറിയാനായിട്ട് വെച്ചിട്ടുണ്ട്. So it will have lights at night. ഓക്കെ. റിഫ്ലക്ട് ചെയ്യും അല്ലേ? And light plus it will be like high, right? Yeah. You can see that it's the sun. We reached Beaver Creek, westernmost Canadian so-called city. അല്ലെങ്കിൽ what is that water station? ഒരാളോട് എന്താ കയ്യൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഗ്യാസ് സ്റ്റേഷൻ അത്യാവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. This was the today's stay. The room and the view, I guess. That's the way it looks like. I think 1, 2, 3 ഇങ്ങനെ മോട്ടൽസേ ഉള്ളൂ. ഒരു സൈക്കിളുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പുള്ളി സൈക്കിൾ എടുത്ത് ചവിട്ടി തുടങ്ങിയിട്ടുണ്ട്. This is a place we stay tonight. ഇന്നത്തെ രാത്രിയിലത്തെ സ്റ്റേ ഇവിടെയാണ്. വേറെ 2 വണ്ടിയും കൂടെ വന്നതുണ്ട്. ബുക്കിംഗ് ഡിന്നറിന് പോവാണ്. ചെറിയൊരു ഷോപ്പ്, അത്യാവശ്യം ഡിന്നർ, വൈന്, ബിയർ, ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്. സോ മൺഡേ മോർണിംഗ് പുലരി ഈസ് ഗെറ്റിംഗ് റെഡി. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഗ്യാസൊക്കെ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ അതൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മൺഡേ ആണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അലാസ്കയിലെത്തും. അപ്പോൾ അതാണ് ഐഡിയ. ഓക്കെ, സോ ഞങ്ങളിപ്പം കാനഡയിൽ നിന്ന് വിട്ട് 30 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയുടെ ബോർഡറിലെത്തും. അങ്ങ് അകലെ അങ്ങനെ പാമ്പ് കിടക്കണ പോലെ കിടക്കണ റോഡ്. ഇന്നും വെളുപ്പിന് റോഡിൽ ഐസ് ഉണ്ട്. അത് ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രോസ്റ്റ് ദിവസം കാണാം. നമസ്കാരം. പോരാതെ ഇവിടെ അടച്ച് ഞാൻ പറഞ്ഞില്ലേ കുഴികളും ഉണ്ട് റോഡിൽ. മറ്റേ കുണ്ടും കുഴിയാണ്, മറ്റേ കട്ടർ നാട്ടിലെ കട്ടർ എന്ന് പറയും. അലാസ്കയിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ടോപ്പ് ഓഫ് ദ വേൾഡ് ഹൈവേ എന്നാണ് ഈ ഹൈവേക്ക് പറയണത്. അപ്പോൾ ഇവിടെ കുറച്ച് പടങ്ങൾ എടുക്കാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒക്കെ ഉണ്ട്. ഇതാണിപ്പം വെൽക്കം ടു അലാസ്ക എന്ന് കണ്ടില്ലേ. ഇത് അമേരിക്കൻ കൊടിയാണ്, ഇത് അലാസ്കയുടെ കൊടിയാണ്. ഇനി ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇസ് ദിസ്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ ഒരു കാല് അലാസ്കയിലും ഒരു കാല് യുക്കാണ്. എന്ന് വെച്ചാൽ ഒരു കാല് അമേരിക്കയിലും ഒരു കാല് കാനഡയിലും നിൽക്കുകയാണ്. ഇനി എൻ്റെ വഴിയുടെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ബോർഡർ. കണ്ട ഇവിടെ ആ ഗ്യാപ്പ് കണ്ടല്ലോ, ഇതിൻ്റെ മിഡിലായിട്ട് ഗ്യാപ്പ് കണ്ട, അതാണ് ബോർഡർ ഓഫ് കാനഡ അമേരിക്കയുടെ ബോർഡറാണ്. സെയിം ഒരു വരച്ചിട്ട പോലെ കാണുന്നില്ലേ, അതാണ് ബോർഡർ. See, that is Yukon. Welcome to Yukon, the unified boundary line between അമേരിക്ക. ഇതൊക്കെ ഓരോ ട്രീറ്റികളുടെ ഭാഗമാണ്. വിനി കാനഡയിലാണ് നിൽക്കണത്. ഇപ്പം ഞാനിപ്പം അമേരിക്കയിലേക്ക് മാറിയേക്കാണ്. വിനി അമേരിക്കയിൽ വന്നു, വിനി കാനഡയിൽ പോയി, അമേരിക്ക വന്നു. പോണു കാനഡ അമേരിക്ക. സോ അതാണ് ഇതിൻ്റെ ബോർഡർ. ഒരു വുഡൊക്കെ വെച്ചിട്ടുണ്ടാ. അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കാലെടുത്തു. ദിസ് ഈസ് ഇൻ്റർനാഷണൽ ബൗണ്ടറി. ഇത്രമാത്രം പീസ്ഫുള്ളാണ് ഇവിടെ. ഇത് ഇന്ത്യയിൽ നമുക്ക് ഇതിനെപ്പറ്റി അത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാര്യം ഒരു തമ്മിത്തല്ലൊന്നുമില്ല ഇവിടെ. പക്ഷെ നമ്മുടെ രാജ്യം പോലെ അല്ല ഈ രാജ്യം. ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ ഇതാണ് നല്ല പീസ്ഫുള്ളായിട്ട് നിൽക്കുകയാണ് ഈ രണ്ടിൻ്റെ. പുലരി US നിൽക്കുകയാണ്. ഇപ്പോൾ പുള്ളി ആശിക്ക് 2 സ്ഥലത്തായിട്ട് നിൽക്കുകയാണ് ഇനി. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ കാനഡയിലേക്ക് പോരാമെന്ന് വിചാരിച്ചു എൻ്റെ പുലരി. ഇത് തിരിച്ച് അമേരിക്കയ്ക്ക് പോകും. ഓൾറൈറ്റ്, അതാണ് നമ്മുടെ ബോർഡർ ക്രോസ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കസ്റ്റംസ് പിടിക്കണം. ഫോണിലൊക്കെ വന്നു വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജൊക്കെ വന്നു ഗൂഗിളിൽ നിന്ന്. അങ്ങനെ അലാസ്ക എത്തി. 5 ദിവസം ഓടിക്കലുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തൂടെ ഓടിച്ച് ഞങ്ങൾ ഇന്നിപ്പോൾ അലാസ്ക കയറി. ലിറ്ററലി ഞങ്ങൾ അലാസ്കയിലാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ ഒരു 6 മണിക്കൂർ കൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ആങ്കറേജിൽ. കാനഡ ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് വിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അമേരിക്കയായിട്ട് നേരിട്ട് ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഒരു രാജ്യം ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ അതാണ് കാനഡയുടെ നമ്മുടെ അലാസ്കയുടെ പ്രത്യേകത. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ലാൻഡ്സ്കേപ്പിന്.
ഇപ്പൊ വിനിക്ക് വെറുതെ ഇങ്ങനെ പറയാം ഞാൻ അമേരിക്കയിലാണ് ഇപ്പൊ ഇരിക്കണത്. ഞാനിപ്പോ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറിയത്. കാര്യം പുള്ളേരി ബാക്കിലിരുന്ന് എന്തൊക്കെയോ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണം. അയ്യോ റോഡ് എന്ന് പറയാൻ പറ്റില്ല. ഇത് സംഗതി നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലേക്ക് പോണ വഴി പോലെയാണ്. നിറച്ച് തണുപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് മുഴുവൻ ഇങ്ങനെ പൊട്ടിപ്പോണത്. അപ്പൊ എന്തായാലും ഭയങ്കര ഗ്രാവൽ ഇട്ടാകുമ്പോൾ വെച്ചേക്കണല്ല. അത് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കഴിയും. ലിറ്ററലി റോഡില്ല. ഞങ്ങളിപ്പോൾ റോഡില്ല, വെറും ഇങ്ങനെ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മണ്ണിങ്ങനെ കൂട്ടിയിട്ടുണ്ട്, അതിൽ കൂടെ ഓടിച്ചു പോണത്. എത്ര ഹാർഡാന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ വിന്റർ ഈ റോഡിനെ നശിപ്പിച്ച് കളയും. സം വാട്ടർ ബോഡിയാണ് അവിടെ. എന്തോ സ്റ്റോറേജ് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് വാട്ടർ സ്റ്റോറേജ് ആണെന്ന് തോന്നുന്നു. എല്ലാ സ്പ്രിങ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പച്ചപ്പ് വന്നു തുടങ്ങി. വളരെ ഇളം പച്ച കളറിലുള്ള മരങ്ങളാണ് ആസ്പെൻസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ചെറിയ ചെറിയ മലയിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. നല്ല ഇളം പച്ചയാണ്. ടോക്ക് അലാസ്ക, ടോക്ക് എന്നാണ് അതിന്റെ പേര്. ടോക്ക് സെറ്റിൽ ആക്കിയത് ഇൻഡിജിനസ് ആത്തബാസ്കൻസ് ആണ്. ഇപ്പൊ ടോക്ക് ആത്തബാസ്കനില് വെള്ളം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ വേറെ പല കഥകളും ഉണ്ട്. ഒരാളുടെ പട്ടിയുടെ പേരാന്ന് പറയുന്നു. ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഒരു റെസ്റ്റ് റൂം, ഒരു ഫുഡ്, അബാൻഡൻഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. അതൊക്കെ പണ്ട് ഗ്യാസ് സ്റ്റേഷൻ എന്താണ്ടായിരുന്നു, അത് അബാൻഡൻ ചെയ്തിട്ടേക്കുന്നുണ്ട്. ഒന്നുമില്ല, വെറുതെ കിടക്കണം. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ഉണ്ട്, അതുവഴി കയറിയാണ് ആങ്കറേജിന് പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ ഫെയർ ബാങ്ക്സ്. അലാസ്ക ഗിഫ്റ്റ് ടീഷർട്ട് ജ്വല്ലറി ഫേഴ്സ് ഓപ്പൺ. വി ആർ ഹെഡിങ് ടുവേർഡ്സ് ആങ്കറേജ് നൗ. ആങ്കറേജ് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞു. ടൊക്കിന്ന് ഞങ്ങൾ ആങ്കറേജ് ഹൈവേയിലേക്ക് കയറി. ഇതൊരു 300 ചില്ലാന മൈലുണ്ട്. പക്ഷെ ഒരു 125 മൈലിൽ ഞങ്ങൾക്ക് ഒരു വേറൊരു ഹൈവേയിലേക്ക് കയറേണ്ടി വരും. അത്രേ ഉള്ളൂ. then ഒരു 185 miles more. കാണുന്നത് ഉഗ്രൻ മൗണ്ടൻസ് ആണ്. ഇത് പല പ്രാവശ്യം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പല ടൈപ്പാണ് മൗണ്ടൻസ്. നല്ല സ്മോക്ക്. ഇപ്പോൾ അവിടെ മുകളിൽ ഇങ്ങനെ ക്ലൗഡ് താന്ന് കിടക്കുക. ക്ലൗഡ് ഇങ്ങനെ താന്ന് കിടക്കുകയാണ്. ഇതിങ്ങനെ സണ്ണുണ്ട്. 50 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്. ഉഗ്ര മഴ, നല്ല കിടിലം മഴയാണ്. ഞാൻ വൈപ്പിലിട്ടില്ല മനഃപൂർവ്വം. വൈപ്പിലിടാൻ പോണിപ്പോൾ നിങ്ങളൊന്ന് മഴ കാണിക്കാൻ, ഇത് തിക്കാണെന്നുള്ള കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞങ്ങൾ ഗ്ലെൻ ഹൈവേ ടോക്ക് കട്ട് ഓഫ് കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോക്കിൽ വെച്ച് ഞങ്ങൾ ഈ മിഠായി വാങ്ങിച്ചു. ടോക്കിൽ ഹാൻഡ് മെയ്ഡാന്ന് പറയണത്. മോൻ ഒരു കഷ്ണം കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? വെരി ടേസ്റ്റി, യുണീക് ടേസ്റ്റ് and very soft candy as well. Do you want to try it? Yeah. I've never tasted something like this. It's really good. Buttery, soft and crumbly. Nalla crunch also. Yeah, a little pretty crunchy. But yeah, just like a caramel butter type taste. It's really good. Nice. Kind of like Mysore Pak. ഒരു അലാസ്കൻ മൈസൂർ പാക്ക് കഴിച്ച് ഞങ്ങൾ ഗ്ലെൻ ഹൈവേക്കുള്ള ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ എവിടെയൊക്കെ ഇങ്ങനെ ആസ്പനൊക്കെ ഇപ്പോൾ ഇല ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നുള്ളൂ. ഈ കാണുന്നത് അലാസ്ക റേഞ്ചാണ് കാണുന്നത് ഈ സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ എന്താണ് മെൻറ്റസ്റ്റ മൗണ്ടൻസ് ആണ് ആ സൈഡിൽ കാണുന്നത്. അവിടെ മെൻറ്റസ്റ്റ മൗണ്ടൻസ് ഇവിടെ അലാസ്ക റേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. ക്ലൗഡൊക്കെ വന്ന് നിൽക്കുകയാണ്. അതാണ് മെൻറ്റസ്റ്റ മൗണ്ടൻസിൻ്റെ സമ്മിറ്റാണ് ഈ കാണുന്നത്. ഇതെല്ലാം ആ പാർട്ട് തന്നെയാണ്. പക്ഷേ ഈ സൈഡിൽ അലാസ്ക റേഞ്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നിറയെ മഞ്ഞ് മൂടി നിൽക്കുകയാണ് മുകളിലെല്ലാം. അങ്ങോട്ടൊന്നും കാണുന്നില്ല. മെൻറ്റസ്റ്റേക്ക് പോണ വഴിയാണ് അത് ഈ കാണുന്നത്. മെൻറ്റസ്റ്റ ലേക്കാണ് കാണുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഐസൊക്കെ കിടക്കുന്നുണ്ട് സൈഡിൽ. ഒരു ചായയും പരിപ്പ് വടയും കിട്ടാനുള്ള
ഒരു വെതറാണ് ഇത്. നല്ല ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മലയുടെ മുകളിലൊക്കെ നല്ല മഞ്ഞുണ്ട്. ക്ലൗഡല്ല, മഞ്ഞ് വീണ് കിടക്കായിരുന്നു. മഞ്ഞ് വീണ് കൊണ്ടിരിക്കുന്നുണ്ട്. There's a truck in front of me. I want to pass him because he's driving so slow. I got to get my car moving ahead of him. Unfortunately, a big truck in front of us that is cleaned up. പക്ഷെ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരണ്ടോ ചോദിച്ചാൽ ഉറക്കം വരണ്ട. പക്ഷെ ലൂയി വിട്ടോൺ വെച്ചാൽ എന്റെ ഉറക്കം പോകും. It's not Louis Vuitton, man. It's Louis Vuitton. 16 മൈൽ ഓടിച്ചിട്ട് വീണ്ടും we get into another highway it looks like. ഇതിപ്പോ ഞങ്ങള് റിച്ചർഡ്സൺ ഹൈവേയിൽ കയറി. ഇപ്പൊ ഞങ്ങള് ആ ജംഗ്ഷൻ കാണിച്ചത് ടോപ്പ് കട്ട് ഓഫ് എന്ന് പറയും. ഗാക്കോണ ജംഗ്ഷൻ എന്ന സ്ഥലത്തിന്റെ പേര്. ഇനിയിപ്പോ കുറച്ച് നേരം ഞങ്ങള് റിച്ചർഡ്സൺ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കും. 16 miles or 17 miles. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഗ്ലെന്നൽക്ക് കയറും. പക്ഷെ ഇപ്പൊ തൽക്കാലം റിച്ചർഡ്സൺ ഹൈവേ ആണ്. റിച്ചർഡ്സൺ ഹൈവേ ആണ് വാൽഡേസും ഫെയർബാങ്ക്സും കൂടി കണക്ട് ചെയ്യുന്നത്. ഞങ്ങള് ഇവിടെ ഒരു കരിബോ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗിഫ്റ്റ് ഷോപ്പിൽ നിർത്തി ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേക്കാണ്. ലഞ്ച് ടൈമായി. ഇതാണ് സ്ഥലം. അപ്പോൾ എൻ്റെ കൊച്ചും ഭാര്യയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. മൈ എൽഡർ വൺ പോപ്പിംഗ് ഔട്ട്, മൈ വൈഫ് പോപ്പിംഗ് ഔട്ട്. ചിലപറാന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആഹാരം കഴിക്കാനുള്ള ധൃതിയാണെങ്കിൽ കറിയബു sausage, and Pulari is going to eat that with that, and Vinny is going to eat Caribou sausage again with toast and French fries. There you go. I am going to be taking Caribou sausage, what is that, omelette and hash browns and Texas toast. So it's kind of breakfast, but we are eating it as lunch. പോയിക്കൊണ്ടിരിക്കുകയാണ്. Tony driving, I am a passenger, and Mr. Karta is fast asleep. I don't know if you can hear him snoring. അങ്ങനെ മൂസ് അങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇട്ടടിച്ചോണ്ടിരിക്കണം. ക്ലൗഡിയാണ്. ചെറിയ റെയിൻ ഉണ്ട്. ഒരു 39 ഡിഗ്രി ഫാരൻഹൈറ്റാണ്. അങ്ങനെ സൈഡിൽ കൂടെ ആങ്കറേജിലേക്ക് മേ ബി ഒരു 150 മൈൽസോ 140 മൈൽസോ കണ്ടിട്ടില്ല. വൈൻഡിങ് റോഡ്. ഞങ്ങളിപ്പോൾ ഈ റോഡിൽ നിന്ന് ഓടിച്ച് ആ റോഡിലേക്ക് കയറും. ഇതിലൊക്കെ ഓടിക്കണ പോലത്തെ ഒരു ജാതി ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ പക്ഷെ റോഡ് നല്ല ഉഗ്രം റോഡാണ് കേട്ടോ. കുറച്ച് നേരം മോശമായിരുന്നു തുടക്കത്തിൽ. കാരിബു ക്രീക്ക് ബ്രിഡ്ജാണ് ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ആ ബ്രിഡ്ജ് അവിടെ കാണുന്നത്. ട്രെയിൽ ഒക്കെ സിമെന്റ് ഇട്ട് പൊക്കിയേക്കാണ് റോഡ്. ഗ്ലേഷ്യറാണ്, പക്ഷെ നല്ല ക്ലീൻ ഐസായിട്ട് കിടക്കണത് അതിൻ്റെ മലയടിവാരത്തിൽ. ആൾക്കാരെ കാണാൻ പറ്റണമെന്ന് അറിയില്ല. നല്ല ദൂരെ വരെ ഇങ്ങനെ ലൈനിൽ അവർ പോയിക്കൊണ്ട് റിവർ കാണാൻ പറ്റണമെന്ന് അറിയില്ല. നല്ല ഗ്രീനാണ്. രണ്ട് സൈഡിലും ചെറിയ റോഡുകളാണ്, അധികം വീതി ഇല്ലാത്തത്. അത് കാരണം വളരെ കെയർഫുൾ ആയിട്ടാണ് പുലരി ഓടിക്കുന്നത്. പാരലായിട്ട് റോഡിന്റെ പാരലായിട്ട് ചെറിയ ലേക്ക് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് ഗ്ലേഷ്യറിൽ നിന്ന് വേണ്ട വെള്ളമാണ്.
ഞങ്ങളെപ്പോഴും ഇങ്ങനെ ബൈക്കേഴ്സിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു പാസിംഗ് ലൈന് വരികയാണ്. അപ്പോൾ പുലരി ഇപ്പോൾ അവരെ പാസ് ചെയ്യാൻ നോക്കും എന്ന് വിചാരിക്കാം. ഒരു നദി ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, കിങ്സ് റിവർ. ബൈക്കേഴ്സിനെ കാണാം. It's about 12 miles to reach Anchorage apparently. But ഒരു 10-15 മിനിറ്റിൽ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തും. അപ്പോൾ ഇതാണ് ആങ്കറേജിൻ്റെ സിറ്റി വ്യൂ ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഫുൾ ടൈം. അങ്ങനെ ഞങ്ങൾ ഫൈനലി അലാസ്കയിലെത്തി. സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ദ പ്രോഗ്രാം. നല്ല തണുപ്പ് ഉണ്ടെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പക്ഷെ അത്ര തണുപ്പുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും ഒരു 47-48 ഒക്കെ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഭയങ്കര തണുപ്പെന്ന് പറയാനൊന്നുമില്ല. 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തു. 6 ദിവസം തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്തു. ഡ്രൈവ് വാസ് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് ഇറ്റ് വാസ് ഹാർഡ്, റിയലി ഹാർഡ്. റോഡ്സ് വെർ നോട്ട് ഗുഡ് അറ്റ് ഓൾ. അതുമല്ല പലയിടത്തും ഫുഡ് കിട്ടാറില്ല. കാര്യം സീസൺ അങ്ങോട്ട് തുടങ്ങണേ ഉള്ളൂ. ജൂൺ 1 സീസൺ തുടങ്ങുള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ സം പ്ലേസസ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ല. വി ഷെയർഡ് ദോസ് തിങ്സ്. കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. കെയർഫുൾ ആയിട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. ഞങ്ങൾക്ക് തുടങ്ങിയപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു സ്റ്റൊമക്കിൽ, എങ്ങനെ ഇവിടം വരെ എത്തിപ്പെടുന്നുള്ളത്. പക്ഷേ ഡേ പാസ് ബൈ വി സ്റ്റാർട്ടഡ് ഗെയിനിങ് ദ കോൺഫിഡൻസ്. വി ന്യൂ ദാറ്റ് ഈസ് ഗോൺ ഹാപ്പൻ. ഗുഡ് പാർട്ട്, സ്നോ ഉണ്ടായില്ല റോട്ടിൽ. കാര്യം ഞങ്ങൾ ചെയിൻ എടുത്തെങ്കിലും റോട്ടിൽ എവിടെ ഞങ്ങൾക്ക് സ്നോ കിട്ടിയില്ല. സോ ഓവറോൾ ഡ്രൈവ് വാസ് ഗുഡ്. കെയിം ടു ദ പ്ലേസ്. ഇന്നലെ ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഇതാണ് ഈ വ്ളോഗ് ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം താങ്ക് യു ഫോർ ഫോളോയിങ് അസ്. താങ്ക് യു എവറിബഡി, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത് ഇവിടെ വരെ എത്തിച്ചതിന്. Thank you everyone for watching, tuning in, and happy birthday to Vinny. So yeah, Bye. Until the next trip. Next adventure.